നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. അത് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മളോട് ആഘോഷിക്കാൻ മുതുകുളത്തുനിന്ന് ആൾക്കാരുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസ് ഇരിപ്പുണ്ട്. ഇന്ന് ജനുവരി 5 മലയാളികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഒരാളുടെ, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരാളുടെ പിറന്നാളാണ്. ആരാണെന്ന് അറിയാമോ? അറിയാം. പറയണ്ട, ഞാൻ തന്നെ പറയാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയങ്കരനായ ജഗതി ചേട്ടൻ്റെ, ഒരുപാട് അടുപ്പമുള്ള ഒരു അമ്പിളിച്ചേട്ടൻ വിളിക്കും. ജഗതി ചേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കുടുംബം, ഫ്ലവേഴ്സ് TV ഐറ്റം വേറയുടെ എല്ലാവരുടെയും പേരിൽ ജഗതി ചേട്ടന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കോടിക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കുറച്ചുപേരെ പ്രാർത്ഥനയുണ്ട്. തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതിശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് നമ്മൾ ജഗതി ചേട്ടന് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന എപ്പിസോഡാണ്. ഓക്കെ, സ്കിറ്റ് എന്തായാലും ഉണ്ട്. അതോടൊപ്പം ജഗതി ചേട്ടന് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ സ്നേഹം, സ്പെഷ്യൽ ട്രിബ്യൂട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും വക ജഗതി ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ട്രിബ്യൂട്ട് കൊടുക്കാൻ പോവാണ്. സ്റ്റാൻലി കോട്ടയം ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട്, ജഗതി ചേട്ടൻ്റെ ഒരുപാട് വേഷപ്പകർച്ചകളും ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് സ്റ്റേജ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം സ്റ്റാൻലി ചേട്ടൻ്റെ വക നമുക്ക് ജഗതി ചേട്ടന് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിളിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സ്റ്റാൻലി കോട്ടയം ചേട്ടൻ. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പദ്മാസനം, അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല, ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എന്താല്ലേ കറക്റ്റ്. എന്തൊക്കെയുണ്ട് സ്റ്റാൻലി ചേട്ടാ വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ട് പോണു. പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നിറയായിട്ട് അങ്ങനെ പോകുന്നു വിചാരിക്കുന്നു. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇച്ചിരി പ്രോഗ്രാം കുറവാണെങ്കിലും ഫിഗർ ഷോ ഒക്കെ ഒരുപാട് ഷോ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നു. ഇപ്പം ഞാൻ കൊറോണയ്ക്ക് ശേഷം പ്രോഗ്രാം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങി. ചെറിയൊരു ഹോട്ടലാ? സ്റ്റാൻലി ചായന്റെ ചായക്കട. എവിടെയാ? പോളച്ചിറ, തിരുവഞ്ചൂര് പോളച്ചിറ ഭാഗത്ത് പോവാണേ. സ്റ്റാൻലി ചായക്കട കയറി ഒരു ചായ കുടിക്കുക. അപ്പം എന്തോ കേരളത്തിൽ ഇതേപോലെ ജഗതി ചേട്ടന്റെ ഡിറ്റോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല. ഇന്ന് നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് സ്റ്റാൻലി ചായന്റെ 1-2 അയ്യേടുകൾ പുറകിന് വരുന്നുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രം. അല്ല, എനിക്ക് തോന്നണേ മിമിക്രിക്കാര് ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ഫിഗർ ഷോ ചെയ്യും, ഫിഗർ എടുക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഫിഗർ അല്ലെന്ന് തോന്നുന്നു, അല്ലേ? അല്ലല്ല, സത്യം. അല്ല, അമ്പരിപ്പിക്കുന്ന. കാരണം അമ്പിളിച്ചേട്ടൻ എങ്ങനെയാണോ അതേപോലെ പറിച്ചു വെച്ചാക്കണ പോലെയാണ് ഹൈറ്റ്. പിന്നെ എനിക്ക് തോന്നണേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ സ്റ്റാൻലി? അത് ഭയങ്കരമുണ്ട്. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. തന്നെയല്ല, സ്റ്റാൻലി ഇപ്പൊ ചിരിച്ചോണ്ട് വന്നില്ലേ? ആ ചിരി കറക്റ്റ് അമ്പിളിച്ചേട്ടന്റെ ചിരിയാണ്. സ്റ്റാൻലി ഇത് എപ്പോഴെങ്കിലും ജഗതിച്ചേട്ടന്റെ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ജഗതിച്ചേട്ടന്റെ മുമ്പിൽ ഇത് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രശാന്ത് കാന്തിനെ മറ്റോ ഞാനും ഒക്കെ ഒരു ഷോയ്ക്ക് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. കാര്യം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പെർഫെക്ഷൻ ചെയ്ത പുള്ളി 100% അംഗീകരിക്കുന്ന ഒരാളാണ്. അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. സ്റ്റാൻലി എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ്? കാര്യം നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ ഇതെനിക്ക് പറ്റുമെന്ന് എങ്ങനെയാണ് സ്റ്റാൻലി? ചേട്ടാ, ഞാൻ സിനിമ കാണാൻ സ്ഥിരമായിട്ട് പോയാണ് ഞാൻ ഈ ഫിഗറുകളെല്ലാം പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചറാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്, നിനക്ക് ജഗതിയുടെ ഫിഗർ ഉണ്ടെന്ന് പറയുന്നത്. അന്ന് മുതൽ 8ാം ക്ലാസ് മുതൽ ഈ ഫിഗർ ചെയ്ത് ബാക്കിയുള്ള ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഇത് ഈ ഉദയനാണ് താരം ഇറങ്ങിയ ആ സമയത്ത് പോലും കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞ ഈ നവരസങ്ങൾ മുഴുവൻ സ്റ്റാൻലിയും കാണിക്കണ്ടേ? അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവസാനം ഇട്ട 3 അതെല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതൊരു ഉത്സവമായിരുന്നു. കാര്യം എനിക്കൊന്ന് സ്റ്റാൻലിക്ക് കിട്ടിയ, അമ്പിളിച്ചേട്ടന് കിട്ടുന്നതല്ല, സ്റ്റാൻലിക്ക് കിട്ടിയ ഏറ്റവും വലിയ കഥാപാത്രമായിരുന്നത്. പക്ഷേ
അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്ത് എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയാന് തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു വിഷമമേ ഉള്ളൂ. അല്ല അതൊക്കെ റിക്കവറായി വരും. നമുക്ക് ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളി ചെയ്യാനുണ്ട്, നമ്മളെ രസിപ്പിക്കാനുണ്ട്, നമ്മളെ അമ്പരിപ്പിക്കാനുണ്ട്, അത്ഭുതപ്പെടുത്താനുണ്ട്, എല്ലാം വരും അല്ലേ? കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന. അത് തന്നെ. അപ്പൊ എന്തായാലും നമ്മൾ സ്റ്റാൻ ചാനലിനെ ഫ്രീ ആക്കാം. അടുത്ത വേഷത്തിൽ റെഡിയായി വരട്ടെ അമ്പരപ്പിക്കാനായിട്ട്. ചാനൽ ചേട്ടാ അടുത്ത വേഷത്തിൽ റെഡിയായി വാ. ഓക്കെ, പെട്ടെന്നോ. ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ ചേട്ടനെ പറ്റിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ല, ഞാൻ 2-3 പടം ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് അഭിനയിക്കുമ്പോൾ പുള്ളി നമുക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ പറഞ്ഞു തരും. അതേപോലെ കൗണ്ടറുകൾ ഈ രീതിയിൽ പറഞ്ഞു നോക്ക്, നന്നായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് 2-3 പടത്തിൽ. നാരായണ. നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ, പൂരായണ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുവല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വട്ടനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്കനാവശ്യമായി. ഞാൻ കണ്ടതേ പറഞ്ഞു. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു ഉഗ്രം കൈയടി. സ്റ്റാൻലി കോട്ടയം ചേട്ടന് ഒരു ഉഗ്രം കൈയടി. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട താളവട്ടത്തിലെ ജഗതിച്ചേട്ടന്റെ ക്യാരക്ടർ. അതിലെ ജഗതിച്ചേട്ടൻ പൂന്ത് വിളയാടിയ സീൻ. ഓ എന്റെ ചേട്ടാ ഒന്നും പറയാനില്ല, ബാക്കി നിങ്ങൾ പറ. അല്ല, ജഗതിച്ചേട്ടനൊക്കെ ആ സീൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കാൻ, അവരുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. നിനക്ക് ഈ സ്റ്റേജ് അങ്ങ് വിട്ടു തന്നിരിക്കാൻ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തോണം. അടിപൊളിയായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് ഈ കോസ്റ്റ്യൂമാണ് അമ്പിളിച്ചേട്ടൻ അതിനകത്ത് അല്ലേ? ഇങ്ങനെ തന്നെയാണ്. അതെ, ഇങ്ങനെ ഇതായിട്ട് നിന്നിട്ടും മുണ്ട് ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ട് കുത്തിയിട്ടും ഈ ഒരു ഷാൾ ഇട്ടിട്ടും ഒക്കെ. ഈ മുഖത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബോഡിയിലും ഉണ്ട്, ബോഡി ലാംഗ്വേജിലും ഉണ്ട്. അത് നേരത്തെ വന്നപ്പോൾ കറക്റ്റ് ഉദയനാണ് താരത്തിൽ ആ ഷർട്ടും കാര്യങ്ങളും ഇട്ടപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇതും അതെ നോക്കല്ലേ ജഗതിച്ചേട്ടനെ അറിയാം. ഒരുപാട് ക്യാരക്ടേഴ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻലി ചേട്ടൻ ജഗതിച്ചേട്ടൻ്റെ എത്ര ക്യാരക്ടേഴ്സ് ഷോയിലും സ്റ്റേജിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്? ഞാനും കാഞ്ഞിരമറ്റം പ്രശാന്തുമായിട്ട് സൂര്യ കോമഡി എന്നൊരു പ്രോഗ്രാം, ജഗതി വേഴ്സസ് ജഗതി എന്ന പ്രോഗ്രാം. അതായത് ഞാൻ ജഗതി ചെയ്യുമ്പം അതിന് ഓപ്പോസിറ്റ് ഏത് ക്യാരക്ടറാണോ അത് പ്രശാന്ത് ചെയ്യും. അങ്ങനെ ജഗതിച്ചേട്ടൻ്റെ ഒരു 100 ക്യാരക്ടറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മറ്റാർക്കും അവകാശം ചെയ്യുമ്പോൾ ജഗതിച്ചേട്ടൻ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ അത് സ്റ്റാൻലി ചേട്ടന് മാത്രം അവകാശം. അല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, സാധാരണ മിമിക്രിക്കാർക്ക് കിട്ടുന്ന ഒരു ഫിഗർ ചെയ്യുന്ന ഒരു കഴിവല്ല, ഒരു അനുഗ്രഹീതമായിട്ടുള്ളൊരു കഴിവാണ് കിട്ടുന്നത്. കാരണം അമ്പിളിച്ചേട്ടന് 100 ഫിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ലാലേട്ടൻ്റെ ഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മമ്മൂക്കയുടെ ഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഒരേ ലെവൽ സാധനം മാത്രമേ സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഇത് 100 എണ്ണമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദൈവം അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പകുതി തന്നാക്കിയിടുന്നു. അതെ 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 അതെ. പ്രേക്ഷകർ മുതുകുളം ഞെട്ടിയിരിക്കുക.
കഴിഞ്ഞിട്ടില്ല, അടുത്ത വേഷപ്പകർച്ചയായിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ ചേട്ടാ അടിപൊളി. അല്ല എനിക്കെന്ന് പറയണത് ഞാൻ സിനിമയിൽ വന്ന പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി. ഒന്നും രണ്ടുമല്ലേ കൈവിരലിലെണ്ണ. മുംബൈ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ അത് തുടങ്ങിയിട്ട് ഒരുപാട് സിനിമയിൽ ഞാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അന്നൊക്കെ ഈ സുരാജും നമ്മുടെ സലീം കുമാറൊക്കെ എല്ലാ സിനിമകളിലും ഉണ്ട്. അതേപോലെ നമ്മൾ വന്നപ്പോഴും എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പുള്ളിയുണ്ടല്ലോ, പുള്ളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സിനിമയിൽ പിന്നെ പുള്ളിയുടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആർട്ടിസ്റ്റുകളെ പുള്ളി ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അത് ചിലപ്പോൾ അവരുടെ നന്മ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകത കണ്ടിട്ടാവാം. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് പേടി ഉണ്ട്, പക്ഷെ നമ്മളെ പേടിപ്പിക്കാറില്ല പുള്ളിക്കാരൻ. അത് ഭയങ്കര സേഫ് സോണിലേ നിർത്തുള്ളൂ. കാരണം നമ്മളൊക്കെ ഒന്നുമല്ലല്ലോ പുള്ളിക്ക്. അപ്പോൾ വലിയ ഡയലോഗുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ പുള്ളിയുടെ കൂടെ. അപ്പോൾ അതങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോരം നമ്മളിൽ എന്തോരം സഹായം ഉണ്ടായിട്ടുണ്ടാവും. അതല്ല ഈ സ്നേഹം കിട്ടാനുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയത് പുള്ളിയുടെ കൂടെയാണ്. ഷിയാസ്ക, സാഗർ ഷിയാസ്കില്ലേ, അദ്ദേഹമാണ് എന്നെ വിളിക്കണത്. അപ്പോൾ അമ്പിളിച്ചേട്ടനാണ് ഇതിൻ്റെ നായകൻ. അമ്പിളിച്ചേട്ടനായിരുന്നു നമ്മളൊരു 10 പരിപാടിയോളം ഗൾഫിൽ മൊത്തം നടത്തിയിരുന്നു. അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം കൂടുതൽ എൻ്റെ ഐറ്റമൊക്കെ കണ്ടിട്ട് അന്ന് പറഞ്ഞിരുന്നു. ഞാനാണ് കുറേ ഐറ്റങ്ങളൊക്കെ ഒരു സിനിമക്കാരാണല്ലോ. അപ്പം നമ്മളാണ് ഇപ്പോൾ ശശാങ്കനൊക്കെ ചെയ്യണ ആ പരിപാടി, ചേട്ടാ ഇന്നത് ചെയ്യണം, കഥാപ്രസംഗം ഇങ്ങനെ ഞാൻ കുടീനായിട്ട് കയറും, ഓക്കെ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്ത്. അപ്പം അങ്ങനെ ഒരു സ്നേഹമായിരിക്കും സിനിമയിലും എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു 2 ഭാഗ്യം കിട്ടി എനിക്ക്. ആദ്യമായിട്ട് ഗൾഫിൽ പോകാനും പുള്ളിയുടെ കൂടെ പോകാനും പറ്റി. അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാട് സിനിമയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് മഹാഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണത്. തീർച്ചയായിട്ടും. അവനുമായിട്ട് ഞാൻ ഉടക്കി പോട്ടി झगड़ा झगड़ा तुम हमसे झगड़ा करेगा? यस तुम पागल है क्या? हम निश्चल है. അതായത് ഞാനും ജോർജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ ദുഷ്മൻ ദുഷ്മൻ. तू मेरा दुश्मन है? यस. वो साला जॉर्जी मेरा आदमी को मारा. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा. और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल. മുജെ മാലും. അയ്യോ അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. മുജെ മാലും. മുജെ മാലും. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. ചാണ്ടിച്ചേട്ടൻ വിചാരിച്ച പോലൊരു റിയാക്ഷൻ എൻ്റെ അടുത്ത് കിട്ടിയില്ലെങ്കിലും ചാണ്ടിച്ചേട്ടൻ നോക്കിയായിരുന്നു. അല്ല, ഞാൻ ജീവായി നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഗംഭീരമായിരുന്നു ജീവ. ഇത്ര സിമ്പിൾ ആയിരുന്നു. എന്നാലും ചാണ്ടിച്ചേട്ടാ ചെയ്ത 3 ക്യാരക്ടേഴ്സും ഒന്നിനൊന്ന് കിടിലം. സൂപ്പർ സൂപ്പർ സൂപ്പർ. സ്റ്റാൻലി ഭയങ്കര ബുദ്ധിമാനായിരുന്നു. സ്റ്റാൻലി ഉണ്ടല്ലോ ട്രൂപ്പുകളിലൊന്നും വർക്ക് ചെയ്യത്തില്ല, ഫ്രീലാൻഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. കാര്യം ആര് വിളിച്ചാലും ആ ടൈമിൽ പോകും. അതുകൊണ്ട് എന്താ പ്രശ്നം, ഡെയിലി പരിപാടിയാണ് സ്റ്റാൻലി. ഇത് ഒറിജിനൽ മുടിയാണല്ലേ? സ്റ്റാലിൻ്റെ ഒറിജിനൽ മുടിയല്ലേ? സ്റ്റാൻലി ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ വേദിയിലാണെങ്കിൽ പോലും ഇപ്പം നമുക്കറിയാം, വേദിയിൽ കാണുമ്പോൾ ലോങ് സൈഡിലൊക്കെ ആൾക്കാർക്ക് കൈയടിക്കണമെങ്കിൽ അത്രമാത്രം പെർഫെക്ഷൻ ആയിരിക്കണം അല്ലേ? നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അടുത്ത് കാണുമ്പോൾ ക്ലോസ് ഒക്കെ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ സ്റ്റാൻലി ചെയ്യാറുണ്ട് കേട്ടോ. അതെല്ലാം നല്ല പെർഫെക്ഷനാണ്. അതുകൊണ്ടായിരുന്നു ഇഷ്ടംപോലെ പ്രോഗ്രാം. അല്ല, അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ജഗതിച്ചേട്ടൻ്റെ സീൻസുകളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അതേപോലെ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് സ്റ്റാൻലി ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമുക്ക് ചുമ്മാ ഒരാൾ തിരിഞ്ഞ് നിന്ന് വാരിത്തേച്ചും തിരിഞ്ഞു വരുമ്പോൾ കാണുന്ന ഒരു ഫിഗർ അല്ല അത്. അതിനുവേണ്ടി മെനക്കെടും. അതിൻ്റെ ഏത് ടൈപ്പുള്ള വിഗ്ഗാണ്, ഏതാണ് കോസ്റ്റ്യൂം, എന്താണ് നടപ്പ്, ഇതെല്ലാം ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരാളാണ് സ്റ്റാൻലി. അതാണ് സ്റ്റാൻലിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേരെടുത്താണ് കോട്ടയം സ്റ്റാൻലി എന്ന് പറയുന്നത്. സ്റ്റാൻലി തന്നെ സ്വന്തം കഴിവ് പ്രകടിപ്പിച്ച് താൻ ചെയ്ത് ഒരു പേരുണ്ടാക്കിയെടുത്തിരിക്കുക അല്ലേ? ഇനി സ്റ്റാൻലി ചേട്ടൻ ഉണ്ടോ? ഇനിയും ഫിഗർ ഉണ്ടോ? ഒരു ഫിഗർ കൂടി ഉണ്ട്. റെഡി ആയിട്ടോ? ഓക്കെ, അടിപൊളി അടിപൊളി. ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ സത്യത്തിൽ ഞാൻ മീശമാധവൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മറ്റേ ജ്യോതിർമയ കല്യാണം അങ്ങനെയായിട്ടാണ് ആദ്യം ആ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അന്ന് TV ഷോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, സ്റ്റേജ് പരിപാടിയിലൂടെ പോകുന്നത്. അപ്പം ഞാൻ ഈ വേഷം ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുന്നു, അവിടെ സൈഡിലിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമയം കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ
അമ്പിളിച്ചേട്ടൻ വന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അപ്പുറ സൈഡിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഊണ് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കിടന്നു ഇങ്ങനെ നോക്കിയപ്പം ഈ അമ്പിളിച്ചേട്ടൻ ഉറക്കമാണ്, പക്ഷേ എങ്കിലും ഇങ്ങനെ കാലിങ്ങനെ ആട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആട്ടുന്ന കുറേ സമയം കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, എന്താ നീ അങ്ങനെ നോക്കിയിരിക്കുന്നത്, ഞാൻ കാലാട്ടിയോണ്ടാണോ? ഞാൻ പറഞ്ഞത് ഉറങ്ങു വരുന്നപ്പോൾ കാലാട്ടുന്നു. അങ്ങനെ കാലാട്ടിയില്ലെങ്കിലേ ബാക്കിയുള്ളവർ പറയും ജഗദീഷ് ശ്രീകുമാർ മരിച്ചു എന്ന് പറയുന്നു. കാര്യം അവിടെ പോലും ആ ഹ്യൂമർ പറയണമെങ്കിൽ, കാരണം പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് വന്ന് അത് കണ്ടിട്ട് അഭിനന്ദിച്ച ഒരാളാണ്. കാര്യം ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ ആ സോങ് കഴിഞ്ഞിട്ട് അനിയ നല്ല ടൈമിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അഭിനന്ദനം. അത് നമുക്ക് തരുന്ന ഒരു തീർച്ചയായും അത് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അത് ഭയങ്കര പട്ടാളം പുരുഷോത്തമൻ ചന്ദനത്തിൽ എത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തിനെ പറയുള്ളൂ. 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ? മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഓ അടിപൊളി, അയ്യോ അടിപൊളി. ചാലിച്ചേട്ടൻ നല്ല കൈഡി. നമ്മുടെ സപ്പോർട്ടിങ് ആക്ടർ ദീപ്തിക്കും ഒരു നല്ല കൈഡി. താങ്ക് യു ദീപ്തി. നമ്മളിപ്പോ ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു മൈന്യൂട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ടേ. അല്ല അതുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് സ്റ്റാലി ഇങ്ങനെ നോക്കിന്ന് തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു അത്. കാരണം ഒരു എന്താ പറയുന്നത്, ഒരു കള്ള കാമുകനാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അതിന്റെ ഒരു ഇത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അലേർട്ട് എപ്പോഴും ഉണ്ടാവും. അതെ അത് പട്ടി കുറച്ചതിന് ശേഷം അത് തന്നെ ഭയങ്കര രസമായിരുന്നു അത്. നല്ല ടൈമിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും ഉഗ്രൻ നമുക്ക് വേണ്ടി ചെയ്ത 4 ക്യാരക്ടർ 4 ഉഗ്രനായിരുന്നു. ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു സ്റ്റാൻലി. ഈ 4 ഫിഗർ കൂടാതെ ഇനിയും കിടക്കുകയല്ലേ, 100ഓളം ക്യാരക്ടറുകൾ ചെയ്യുന്ന ആളല്ലേ. ഇപ്പം 4 മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും ബാക്കി ഓരോന്നോരോന്ന് വരാൻ കിടക്കുന്നു. അപ്പം ഇനി അടുത്ത ഇതേപോലുള്ള ബർത്ത്ഡേക്കായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷത്തിനും ഒക്കെ ആയിട്ട് വന്ന് ആ ബാക്കിയുള്ളതോടെ ഞങ്ങൾക്ക് തരണം. തീർച്ചയായിട്ടും സ്റ്റാൻലി അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാനും, പ്രത്യേകിച്ച് ജഗദീശൻ്റെ ബർത്ത്ഡേ ഫ്ലവേഴ്സിൻ്റെ കൂടെ ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അമ്പിളിച്ചേട്ടൻ എല്ലാം നിമിത്തം പോലെ അമ്പിളിച്ചേട്ടനെ കൊണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുന്നു. അത്തരം ഹ്യൂമറുകൾ. കാര്യം മലയാളികൾ ചിരി എന്ന് പറയുന്നത് ആസ്വദിച്ച് തുടങ്ങുന്നത് അല്ലേ, നിർത്താതെ. അതായത് നമ്മൾ ഏത് പ്രോഗ്രാം, നമ്മളൊക്കെ ടി വിയിലൊക്കെ ഒരുപാട് ഷോസ് ഉണ്ടെങ്കിൽ പോലും അന്ന് ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് കാണിക്കുന്ന അമ്പിളിച്ചേട്ടൻ്റെ സീനുകളാണ് ഏറ്റവും അധികം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മലയാളികളുടെ മനസ്സിൽ നിത്യജീവിതം, ദാസേട്ടൻ്റെയൊക്കെ പാട്ട് കേൾക്കുന്നത് പോലെ അമ്പിളിച്ചേട്ടൻ്റെ ഒരു കോമഡി സീൻ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്ന പ്രതിഭയുടെ, ജഗതിച്ചേട്ടൻ എന്ന് പറയുന്ന പ്രതിഭയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ചാലിച്ചേട്ടാ ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്നത് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഈ ഫ്ലവേഴ്സിന്റെ ഈ ഐറ്റം വേറെ ഈ ഒരു ഫ്ലോറിൽ നൽകുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നതിൽ ഞാൻ ഈ ചാനലിനോടും അതിൻ്റെ പ്രവർത്തകരോടും ജഡ്ജസിനോടും ഓഡിയൻസിനോടൊക്കെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നാട്ടിലെ കോമഡിക്കാർ സെഗ്മെന്റ് ആണ്. ഓരോ ദിവസവും ഓരോ എപ്പിസോഡും ഓരോ സെഗ്മെന്റ് കഴിയുന്നതോറും നമ്മൾ ഈ മേഖലയിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഫ്രഷ് 3 ആൾക്കാർ, പ്രേം, അഭിലാഷ്, അഞ്ജന. സ്കിറ്റ് കാണാം, എന്നിട്ട് അവരെ അറിയാം, ബാക്കി കാര്യങ്ങൾ അറിയാം. ഒരു നല്ല കൈഡി. എടി സത്യമായിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാ. മിണ്ടരുത്. ഈ വണ്ടി വിറ്റാലേ ഞാൻ ആ വീട്ടുമുറ്റത്ത് വരത്തുള്ളൂ. നിങ്ങൾ എന്ന് കേൾക്കണം, ഈ ചോറൂണ് ചോറൂണ് പോലും ഈ ഷോറൂമിൽ ഇന്ന് ഈ വണ്ടി ഇന്ന് തന്നെ വിൽക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ഇടപാടാടി ഇത്? അതെ തോന്നും. ഇപ്പൊ ഇവിടെ എന്താ നടന്നേ? ഇപ്പൊ എന്താ ഇവിടെ നടന്നേന്ന്? എടി ഇത് കാറിന്റെ ഷോറൂമാണ്, അല്ല നിനക്ക് ഷോ കാണിക്കാനുള്ള റൂമല്ല അത്. ആരാണ്ട് വിളിക്കുകയും ചെയ്യുന്നല്ലോ, ഗ്രഹപ്പഴ പിടിക്കാൻ കൊണ്ട്. ഹലോ സാറേ, കാർ ഡെലിവറി ചെയ്തിട്ട് ഒരുപാട് സമയമായല്ലോ, കാർ എടുത്ത് മാറ്റുന്നില്ലേ? അത് ചെറിയൊരു വിഷയം ഉണ്ടെന്ന്. എന്ത് വിഷയം സാറേ? നമ്മൾ സാധാരണ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോഴേ നാരങ്ങ വെക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അയ്യോ, ഇവിടുന്ന് 4 വണ്ടി ഇറക്കിയാലും 4 വീലിലും നാരങ്ങ വെക്കുന്ന ഒരു പതിവ് തന്നെയാണോ? ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഞാൻ വണ്ടി ഇറക്കിയപ്പോഴുണ്ടല്ലോ എന്റെ അമ്മായിച്ചനാ ഈ നാരങ്ങ വെച്ചത്. അയ്യോ, അമ്മായിയപ്പൻ സ്നേഹം കൊണ്ട് വെച്ചതല്ലേ, അതിനെന്താ കുഴപ്പം? ഈ നാശം പിടിക്കാൻ കൈ വലിക്കുന്നതിന് മുമ്പ് ഞാൻ കൈയുടെ മണ്ടക്കളെ വണ്ടിയൊക്കെ. അയ്യോ, അതാണോ വിഷയം? പിന്നെ അതാ വിഷയം. ഇപ്പൊ ഇവള് പറയുവാ ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാന്ന്.
പക്ഷെ ഒരു കാര്യമുണ്ട്, ആ. ഇതിനൊക്കെ ബോധവും വെളിവൊന്നുമില്ല. ഒന്നാമത് ഇവളൊക്കെ മുടിഞ്ഞ അന്ധവിശ്വാസിയാ. അന്ധവിശ്വാസിയാണോ? പിന്നെ അന്ധവിശ്വാസിയാന്ന് അങ്ങ് അറ്റവാ. ആണോ? പിന്നെ ഒരു കാര്യമുണ്ട്, ആ. ഇവളിപ്പോ പറയുക ഇത് ചോര കണ്ട വണ്ടി ഇല്ലയോ, അന്ന് ഈ ഷോമിൽ തന്നെ അങ്ങ് വിറ്റേക്കാന്ന്. അയ്യോ, ഇപ്പൊ എടുത്ത വണ്ടി സാറേ ഇപ്പൊ വിൽക്കാനൊന്നും പറ്റൂല സാർ, നഷ്ടമാണ് സാറിന്. അതാ ഞാൻ പറഞ്ഞ അവളെ പറഞ്ഞിന്ന് ഞാൻ കൂളാക്കാം. കൂൾ ഡ്രിങ്ക്സ് വല്ലതും എടുക്കണോ? അവളിപ്പോ ഫ്രീസറിനകത്ത് കയറ്റും അന്നേരം കൂൾ ഡ്രിങ്ക്സ്. നീ സത്യമായിട്ട് എനിക്ക് കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയ അതിന് ഈ വണ്ടി എന്ത് പഠിച്ചടി? എന്റെ അച്ഛന്റെ ടയറിൽ കൂടെ കൈ കയറ്റി ഇറക്കിയ വണ്ടിയായത്. അയ്യോ അല്ല, എന്റെ അച്ഛന്റെ കൈ കൂടെ ടയർ കയറി ഇറങ്ങിയ വണ്ടിയായത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല മനുഷ്യ, ഇത് എരണക്കേടാണെന്ന്. അയ്യോ, നിനക്കിത് ഇപ്പഴാ മനസ്സിലായേ? എടി വച്ചാ നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായ ഇത് എരണക്കേടാന്ന്. ഞാൻ എന്റെ അച്ഛനാണോ പറഞ്ഞത്? ഈ വണ്ടിയല്ലേ പറഞ്ഞത്? എന്റെ ദൈവമേ, ഞാൻ അന്നാരേ പറഞ്ഞതാ ആ OLX ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാം. അപ്പൊ നിന്റെ തന്ത എന്താ പറഞ്ഞ? എന്തോ പറഞ്ഞേ? അയ്യോ, OLX വണ്ടി മേടിക്കല്ലേ, അവര് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞു, പുതിയതെന്ന് നമ്മളെ പറ്റിക്കുമെന്ന്. അത്രയ്ക്ക് പോകുന്നുണ്ട് എന്റെ തന്തയ്ക്ക്. നിങ്ങൾ ഇതും പറയും ഇതിനപ്പുറവും പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്നോടോ എന്റെ കുഞ്ഞിനോടോ എന്തിനാ എന്റെ അച്ഛനെ പോലും നിങ്ങൾ സ്നേഹമില്ല. തുളസി, നീ എന്തിനു വർത്താനം പറയുവാടി? എന്റെ കുഞ്ഞ് ഒരു ഐസ്ക്രീം മേടിച്ചാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്തുവാ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞു? എനിക്ക് സമയമില്ലാന്ന്, എനിക്ക് ഷോറൂമിൽ പോണെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുവാ മനുഷ്യ കാണിച്ചേ? ഞാൻ എന്താ കാണിച്ചെന്ന് ഈ പറഞ്ഞു? വരുന്ന വഴിക്ക് നിങ്ങൾ അനിയന്റെ മകൻ വിഘ്നേഷിന് വയറ് നിറച്ച് ബെറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്തില്ലേ? എടി പറ്റാ, ആ തിരുമേനി പറഞ്ഞിട്ടാന്ന്. ഓ, തിരുമേനി എന്തോ പറഞ്ഞേ? നമ്മൾ നല്ല കാര്യത്തിന് പോവില്ലയോ, അപ്പോൾ വിഘ്നേശ്വരനെ തൃപ്തിപ്പെടുത്തും. എന്റെ ദൈവമേ, സാക്ഷാൽ വിഘ്നേഷിനെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞപ്പോ ദേ അനിയന്റെ മകൻ വിഘ്നേഷിനെ ബെറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നു. ഇത് നിന്റെ വെറും തുള്ളലല്ലടി, ഇത് നിന്റെ കൊതി തുള്ളല്. പൊറോട്ട കൊതിച്ചി. എന്റെ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നു. ഹലോ മോളെ, കൈക്ക് കുറവുണ്ടോ അച്ഛ? ഇല്ല മോളെ, പഴയ അളവ് തന്നെ. അവന്റെ നാക്കിക്കൂടെ കയറ്റി ഇറക്കണ്ടേ? അച്ഛ, മോളെ, അച്ഛ, മോളെ, അച്ഛ. അവനോട് പറയണം, ശ്രീധരത്തിന്റെ ബാക്കി കൊടുക്കണമെങ്കിൽ വേല ചെയ്യാൻ ഈ കൈ വേണമായിരുന്നല്ലോ. എന്റെ പൊന്നച്ഛ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാണോ അത്? ഈ സ്ഥാനത്ത് ടയറിന് കാറ്റുണ്ടോന്ന് നോക്കിയായിരുന്നു, നീ എന്റെ തലയിൽ കൂടെ കയറ്റുമായിരുന്നല്ലോടാ വണ്ടി. എന്റെ അച്ഛൻ ഞാനിതൊക്കെ അറിഞ്ഞോണ്ട് ചെയ്തതാണോ? പറ്റിപ്പോയി. മോളെ, എന്ത്? അച്ഛനെ ഇപ്പൊ ഒരു സ്വാമി അങ്ങോട്ട് പറഞ്ഞു വിടും. ശരി അച്ഛ. ആ സ്വാമി വന്ന് ആ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് കേട്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വണ്ടി വീട്ടിൽ കയറ്റത്തുള്ളൂ കേട്ടാ. ശരി അച്ഛ. മോളെ, അച്ഛ, മോളെ, അച്ഛ, വെക്കട്ടെ മോളെ. വെക്കട്ടെ. കേട്ടോ, എന്റെ അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. ഈ വണ്ടി എടുക്കണമെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ മാത്രമേ ഈ വണ്ടി വീട്ടുമുറ്റത്ത് കയറത്തുള്ളൂ. അയ്യോ, എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് അത് മതി, എനിക്ക് അത് മാത്രം മതി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടി കിടത്തി വീണപ്പോഴേ മനസ്സിലായി ഇത് അപശകുനാണെന്ന്. എന്തോ ചെയ്യാനാന്ന് പറ. ഒരു കാക്ക വന്നിരുന്ന് തൊട്ടിക്കകത്തങ്ങ് ഇരുന്ന് മുടിഞ്ഞു പോകാനും കൊണ്ട് ആ തൊട്ടി കിണറ്റിനകത്ത് വീണു. അവള് ഈ പറയുന്നത് അതിപ്പോ അശുഭനമാന്നാ പറഞ്ഞ. എടി, വിശ്വാസമൊക്കെ നല്ല, നിന്റെ ഈ അന്ധവിശ്വാസം ഉണ്ടല്ലോ നിനക്ക് ദോഷം ചെയ്യും. അന്തരീക്ഷത്തിൽ ദോഷം ഇടുവോ? ദോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ പറഞ്ഞ്? അന്ധവിശ്വാസം നിനക്ക് ദോഷം ചെയ്യുമെന്ന്. എനിക്കല്ലേ ഉണ്ടാവട്ടെ, ദോഷം ഉണ്ടാവട്ടെ. എനിക്കല്ലേ ദോഷം ഉണ്ടാവട്ടെ. ഉണ്ടാകണം. സ്വാമി നമോവാഹം. ഇതാരടി? ഇത് തപസ്വാമി. സാബുസ്വാമിയോ? വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാം. നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്തിനു? പൊരിക്കച്ചവടത്തിനോ? അയ്യോ, എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു. നല്ലോണം നൃത്തങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഒരുമിച്ച് നൃത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മാറാലെ പിടിച്ചവനോ? സ്വാമിയോ? വേണ്ട, ഇതൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവിടെ തന്ത പറഞ്ഞോണ്ടാ ഞാനിത് സമ്മതിച്ചത്. എന്റെ പൊന്നു സ്വാമി, ജന്മനാ ഇങ്ങനെയാ, അങ്ങ് കോപിച്ചേക്കല്ലേ. നമ്മെ ഒട്ടും വിശ്വാസമില്ലെന്ന് തോന്നുന്നു. എനിക്ക് തീരെ വിശ്വാസമില്ല. എങ്കിൽ വിശ്വാസം പെടുന്ന രണ്ട് കാര്യങ്ങൾ നാം അങ്ങോട്ട് പറയട്ടെ. പറഞ്ഞു. നിങ്ങളുടെ അച്ഛന്റെ 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 അച്ഛൻ മരിച്ചു പോയില്ലേ? മരിച്ചു പോയി. ഞാനിത് എന്താ രേഖ ഈ പറയുന്നത്? 4 തലമുറയ്ക്കുള്ള മനുഷ്യൻ പിന്നെ മരിക്കത്തില്ലയോ? നിങ്ങളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചോ? മരിച്ചു. തഥാസ്തു. ഇങ്ങാര് പക്കാ ഉടായിപ്പ. ഇങ്ങാര് ആന്ന്. എന്താണത്? എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥവും തേടി ഞാൻ ലോകത്തിന്റെ എല്ലാ മൂലയിലും നാം സഞ്ചരിച്ചു. എന്നിട്ടും എനിക്ക് അതിന്റെ അർത്ഥം പിടികിട്ടിയില്ല. പിന്നെ എൻ്റെ 6ാമത്തെ ഭാര്യയുടെ അനിയത്തിയെ കെട്ടി അവളോട് നാം ചോദിച്ചു. അവളും എന്നോട് പറഞ്ഞു തന്നില്ല. അത് എന്താണ് ഈ ഉടായിപ്പ്? ഈ നാടുനേളെ ഇങ്ങനെ പെണ്ണ് കെട്ടുന്നതാണ് ഈ ഉടായിപ്പ്. എന്റെ പൊന്നു സ്വാമി, അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ എന്റെ ഈ വണ്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം. നോക്കാം. 2 ഹെഡ്ലൈറ്റ് ഉണ്ട്.
സ്റ്റിയറിംഗ് ഒന്നേ ഉള്ളൂ. പിന്നെ എല്ലാ വണ്ടിക്ക് 2 സ്റ്റിയറിംഗ് ഉണ്ടോ? ആശ്രമത്തിലെ വണ്ടിക്കൊക്കെ 2 സ്റ്റിയറിംഗ് ഉണ്ട്. ഒന്ന് മുന്നിലും ഒന്ന് പുറകിലും. അതെന്തോ തന്നെ പുറകോട്ടെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഡ്രൈവർക്ക് സീറ്റ് മാറി ഇരുന്നാൽ മതി. സമ്മതിച്ചു. അബദ്ധം പറ്റിട്ടേ അതേ കയറി അങ്ങ് പിടിച്ചല്ലോ. അതല്ലല്ലേ, ഈ വണ്ടിയുടെ പേരും നാളും അങ്ങോട്ട് പറയുക. അയ്യോ, വണ്ടിക്കൊക്കെ നാളുണ്ടോ? ഞാൻ അതല്ല പറഞ്ഞത്. ഈ വണ്ടി ആരുടെ പേരിലാണെന്നാണ് നാം ചോദിച്ചത്. സ്വാമി എന്റെ പേരില്ല, എന്റെ പേര്. അതല്ലേ, നാള് പറയുക. കാർത്തിക. കാർത്തികാനെയോ? കാർത്തികാനല്ല, കാർത്തിക. കാർത്തിക. കാർത്തിക എന്ന് പറയുമ്പോ നാളെവട്ടം സിനിമയിലെ നായിക. എന്നോട് അതൊന്നും ഞാൻ പറയാൻ പറഞ്ഞേ. കുട്ടി നാള് പറയുക. അത്തം ചിത്ര ജ്യോതി വിഷാദം. ഇത് എങ്ങോട്ട് കയറി പോവാ? കുട്ടിയുടെ നാള് പറയുക. എന്റെ നാള് പുണർത്തം. പുണർത്തം. പുണർത്തം എന്ന് പറയുമ്പോ പുണർത്തം ചിങ്ങം കഞ്ഞി പയർ. കഞ്ഞിയും പയറും. ചിങ്ങം കഞ്ഞി തുലാം വൃശ്ചികം. വൃശ്ചികം എന്ന് പറയുമ്പോ പുണർത്തം കാർത്തിക. പുണർത്തം കാർത്തിക എന്ന് പറയുമ്പോ വണ്ടിക്കല്ല പ്രശ്നം. പിന്നെ എന്ത് കിട്ടിക്കാടോ ഈ വിഷയം? ആരെന്ന് പറഞ്ഞാലേ, നിങ്ങളുടെ നാളുകൾ തമ്മിൽ ചേരാൻ പാടില്ല. നിങ്ങളുടെ നാളുകൾ തമ്മിൽ ചേർന്നാൽ ഈ കുട്ടിയുടെ അച്ഛന് ഈ അമാവാസിക്ക് മുമ്പ് ഒരു അപമൃത്യു വരെ സംഭവിക്കും. എന്താ നിന്റെ ചെബുക്കള് ഞാൻ അടിച്ചിളക്കും. എടാ നാക്കരല്ലെന്ന് പറഞ്ഞു എന്ത് തോന്നിയ ദിവസം പറയോ? ഇങ്ങനെ താടിക്കാൻ തീ വെക്കും ഞാൻ. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പ്രശ്നത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രശ്നത്തിൽ കണ്ടല്ലടാ, നീ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. എന്റെ പൊന്നു സ്വാമി, എന്റെ അച്ഛന്റെ ദോഷം മാറാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണും സ്വാമി. അച്ഛന്റെ ദോഷം മാറാൻ പരിഹാരം എന്ന് പറയുമ്പോൾ പരിഹാരമുണ്ട്. കേരളത്തിലെ 14 ജില്ലയിൽ 14 ദിവസം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെയും കൊണ്ട് പോയി അച്ഛൻ ഒരു പൂജ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്കറിയാൻ വയ്യത്തോട് ഞാൻ ചോദിക്കുക, നിന്റെ എന്തെങ്കിലും ഞാൻ എടുത്തോ? ഇല്ല. നീ എന്തിനാ പിന്നെ എന്നെ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നത്? അനിയ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നീ മനസ്സിരുത്തി അങ്ങോട്ട് ചിന്തിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാകും. മനുഷ്യ, അപ്പൊ നാളെ തൊട്ട് പോവല്ലേ? അങ്ങോട്ട് പോവാൻ സ്വാമി പറഞ്ഞ പോലെ എന്റെ അച്ഛന്റെ ദോഷം മാറാൻ 14 ജില്ലകളിൽ 14 ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോകുന്നില്ലേ മനുഷ്യ? എന്റെ പൊന്നു വെച്ചാൽ അവന് മുടിഞ്ഞ ഭ്രാന്താ. അപ്പൊ നിങ്ങൾ പോകത്തില്ലേ? പോകത്തില്ലേ? പോത്തില്ല, പോത്തില്ല, പോത്തില്ലെന്ന്. എങ്കിൽ നിങ്ങളെല്ലാം ഡിവോഴ്സ് ചെയ്യും. അയ്യോ, ഒരു കാര്യം വണ്ടിയുടെ കാര്യം ഉണ്ട് കഴിഞ്ഞോളൂ. ഇപ്പൊ അടുത്തത് ഇനിയിപ്പോ എന്താ ചെയ്യും? ഒരു കാര്യം, ഞാൻ പോകാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഷാമ്പു ഉണ്ട്. ഈ കൊച്ചെന്തോടി പറയുന്നത്? അതിലെ കാര്യം വരെയെന്ന് പറഞ്ഞേ. എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്നാ പറഞ്ഞു. എന്ത് കണ്ടീഷനാ? ഈ 14 ജില്ലയിലും 14 അമ്പലത്തിലും പോകണമെങ്കിൽ ഞാൻ ഈ കാറിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അയ്യോ, ഈ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. അതെന്താ? ഇതിന്റെ അച്ഛന് ദോഷം മാറണ്ടേ? ദോഷം മാറണം. അതാ പറഞ്ഞ ഈ 14 ജില്ലയിലും ഈ 14 അമ്പലത്തിൽ ഞാൻ പോകണമെങ്കിൽ ഞാൻ എന്ന് ചെന്ന് കയറും. അതുകൊണ്ടാ പറഞ്ഞ ഞാൻ ഈ വണ്ടിയെ തന്നെ ഞാൻ പോകുന്നുള്ളൂ. എന്റെ പൊന്ന് മനുഷ്യ, നിങ്ങൾ വേറെ വല്ല വണ്ടി വിളിച്ചപ്പോ ഈ വണ്ടി ഞാൻ വീട്ടിൽ തരുന്ന, നിങ്ങൾ വേറെ വണ്ടിയിൽ ഞാൻ പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. ഈ വണ്ടി തന്നെ ഞാൻ പോകത്തുള്ളൂ. പറയൂ. പൂജയ്ക്ക് ഈ വണ്ടി എടുക്കുന്നതിൽ എന്തേലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. പശുവിന്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും മാറും. അച്ഛനും ദോഷം മാറും, കാറിന്റെ ദോഷവും അങ്ങോട്ട് മാറി കിട്ടും. അപ്പൊ എനിക്ക് ഈ വണ്ടി എടുക്കാല്ലേ? എടുക്കാം. സ്വാമി എടുക്കാമല്ലോ? എടുക്കാം. ഇനി നമുക്ക് ഈ വണ്ടി എടുക്കാം. സ്വാമി, എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായി. സ്വാമി നേരത്തെ പറഞ്ഞില്ലയോ ഇതെല്ലാം മനസ്സിലായിക്കോളൂന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സ്വാമി എനിക്ക് വിശ്വാസമായി. വിശ്വാസമായല്ലോ. അതാണ് നാം പറഞ്ഞത്, ആരെയും ചെറുതായിട്ട് കാണരുതെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടിയെ കയറി. ഞാൻ വണ്ടി എടുക്കട്ടെ. സ്വാമി ഒരു ഉപകാരം ചെയ്യോ? എന്താണെന്ന് പറയൂ. ഞാൻ ഈ വണ്ടി എടുക്കുമ്പോ 2 നാരങ്ങ ടയറിന്റെ ഫ്രണ്ടിലോട്ട് വെക്കാവോ? അല്ല, വെക്കാം. പോടാ. നാട്ടിലെ കോമഡിക്കാർക്കൊരു നല്ല കൈയടിയാവാം. തുടക്കം പരിചയപ്പെട്ട് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പേര്? എന്റെ പേര് പ്രേമെന്നാണ്. പന്തളത്ത് കുളനട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. പന്തളത്ത് കുളനട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. പ്രേം എന്താ ചെയ്യുന്നത്? ഞാൻ മേശിരിപ്പണിയാണ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ ഒരുപാട് ഇത് തുടങ്ങിയ തൊട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം വന്നതിൽ എന്ത് പറയേണ്ടത് തന്നെ അറിയത്തില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് പ്രേമ? വീട്ടില് ഭാര്യയുണ്ട്, അച്ഛനുണ്ട്. ഇപ്പം കഴിഞ്ഞിടയ്ക്കായിരുന്നു അമ്മ മരിച്ചു പോയത്. പിന്നെ ചേട്ടനും ചേട്ടത്തേക്ക് കൊണ്ട് അവർ വേറെ താമസിക്കുന്നു. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ആതിര. തയ്യൽക്കട തയ്ക്കുവാണ്. ഓക്കെ. ഹലോ. ചാടിത്തുള്ളി നിൽക്കുവായിരുന്നല്ലോ. എന്താ പേര്? അഞ്ജന. അഞ്ജന എവിടുന്നാ വരുന്നേ? കൊല്ലം കൊട്ടിയം. കൊട്ടിയത്തുനിന്ന്. തഴുത്തലേക്കൊക്കെ അടുത്താണോ? അടുത്താണ്. ഓക്കെ ഓക്കെ. എന്റെ പപ്പയുടെ സ്ഥലം തഴുത്തലയാ. ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ കൊട്ടിയം സിംല ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നു. സിംല ടെക്സ്റ്റൈൽസ്. അറിയാം. വീട്ടിലാരൊക്കെ ഉണ്ട് അഞ്ജന? ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. പ്രവീൺ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. എന്താ ചെയ്യുന്നേ? സ്നാക്സിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആവശ്യം വരും. മക്കളുമാര് 2 പേരുണ്ട്. ആദ്യ, ആദിക. എത്രലൊക്കെയാ പഠിക്കുന്നത്? ഒരാള് 5th-ലും ഒരാള് UKG-ലും. UKG-ലും.
അടിപൊളി. ഹാപ്പി ആയ ഇവിടെ സ്കിറ്റ് കളിച്ചപ്പോ? ഓ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഫ്ലോറിൽ വരുന്നെന്നുള്ളത്. അങ്ങനെ ഞാൻ സിംല ടെക്സ്റ്റൈൽസിന്റെ ഓണറിന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഇത്ര ദിവസം ലീവ് തരുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ആ മോള് പോയിക്കോ. മോള് പോയി 1 മാസം വരെ നിന്നിട്ട് വന്നിട്ട് ആ സ്കിറ്റ് കളിച്ചു. എനിക്ക് നന്ദിയുണ്ട് സാറിന്. ഞാൻ അത്ര പെർഫോമൻസ് ആയിരുന്നു അവിടെ. 1 മാസം പോയി നിന്നോളാം. എന്തായാലും ആ ഓണർക്ക്, സിംലയുടെ ഓണർക്ക് ഒരു സ്പെഷ്യൽ കൈയടി. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അഭിലാഷ്. അഭിലാഷ് എവിടുന്നാ വരുന്നത്? പന്തളം. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ്. അഭിലാഷ് എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ വർക്കാണ്. ആണ്. അഭിലാഷിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. അവരെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ വൈഫുണ്ട്, ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സുണ്ട്. ആദിത്യ എന്നാണ് പേര്. വൈഫിന്റെ പേര് രമ്യ. രമ്യ. ഹാപ്പി ആയിട്ടിരിക്കും. നമ്മള് അംഗം പെട്ട് തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സ്കിറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. പ്രചോദേട്ടാ മോദം. പ്രേം, അഞ്ജന, അഭിലാഷ്, തഥാസ്തു. അത് കൊള്ളായിരുന്നു. അതൊരു ഒന്നൊന്നര ഐറ്റം കേട്ടോ. നിങ്ങൾ 3 പേരുവേ ഇപ്പം നമുക്കൊരു നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങുവാണ്. നമുക്ക് സത്യം ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇപ്പോൾ ഹിറ്റായി നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഇവിടുന്ന് തുടങ്ങിയ ആർട്ടിസ്റ്റുകളാണ്. നമുക്കൊരു സ്കിറ്റ് ചെയ്യുമ്പം അതിൽ ഒരു മിനിറ്റിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന, ഇപ്പം ഞങ്ങളല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരു ഓഡിയൻസ് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ്. എനിക്കതൊരു 3ാമത്തെ കൗണ്ടർ തൊട്ട് കൈയടി കിട്ടി. അഞ്ജന ഇളകി കളിച്ച അഞ്ജന അടിപൊളിയായിരുന്നു അഞ്ജന. കാരണം ഞാൻ ആദ്യം ഓർത്ത് ഈ അഞ്ജന ഈ ആക്ഷനൊക്കെ കൂടിയപ്പോഴേ, പക്ഷേ ആ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അതായത് ഭർത്താവ് അമ്മായിയച്ഛൻ്റെ നാരങ്ങ വെക്കുന്ന കയ്യിൽ ടയർ കയറ്റി അവിടം തൊട്ട് അഞ്ജനയുടെ വിളയാട്ട് വേണം. അഞ്ജന അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തു. പ്രേമേ, വിഘ്നേശ്വരൻ്റെ കൗണ്ടർ അത് അഭിലാഷേ അത് ഗംഭീരമായിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത കുറേ സാധനങ്ങളിലെ കൗണ്ടർ ടൈമിംഗ് ഉണ്ട്. ആ ടൈം എടുത്ത് കൗണ്ടർ രജിസ്റ്റർ ചെയ്യാന്ന് പറയും. നിങ്ങൾക്കിത് ടെൻഷൻ മൂത്തിട്ട് അല്ലെങ്കിൽ സ്പീഡിൽ കളിച്ച് എങ്ങനെയും തീർക്കാം. പക്ഷേ നിങ്ങൾ ആ കൗണ്ടർ ഓരോന്ന് പോസ്റ്റ് ചെയ്ത് ആൾക്കാരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ഓരോ കൗണ്ടറുകളും അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നൊരു വലിയ മാറ്റർ ഉണ്ടാക്കി. അതിനകത്ത് ഈ ബാബുസ്വാമിയുടെ സാധനം നമ്മളിപ്പോൾ കുറേ സ്കിറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അഞ്ജന അതിൻ്റെ മോഡുലേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു അഭിലാഷ് വന്നപ്പോൾ. അതൊരു പെർഫോമറാണ്. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട നാട്ടിലെ കോമഡിക്കാരാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഉഗ്രനായിരുന്നു കേട്ടാ. നല്ല സ്കിറ്റായിരുന്നു, നല്ല അവതരണമായിരുന്നു കേട്ടാ. എനിക്ക് തോന്നുന്നത് ഭയങ്കര രസമായി. നമ്മുടെ പ്രചോദ് പറഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാബുസ്വാമിയുടെ ആ ഒരു സാധനം ഭയങ്കര രസമായിരുന്നത്. കാരണം ബാബുസ്വാമി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര കറക്റ്റായിട്ടുള്ളൊരു ബാബുസ്വാമിനെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയേട്ടാ. കറക്റ്റ് ബാബുസ്വാമി തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, അദ്ദേഹത്തിൻ്റെ വെയിറ്റ്, അദ്ദേഹത്തിൻ്റെ തലമുടി, താടി. നമ്മളിപ്പോൾ സാബുസ്വാമി എന്ന് വിളിക്കണം. മറ്റേ ബാബുസ്വാമി നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ നമുക്ക് സാബുസ്വാമിയാണ്. എനിക്ക് തോന്നുന്നത് അതേ കറക്റ്റ് രൂപം ഉണ്ടത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു സ്ലോ ഉണ്ട്. ഇങ്ങനെ ആ ഒരു സ്ലോ വരെ സംസാരത്തിൽ നിങ്ങൾ അഭിലാഷെ പിടിച്ചിട്ടാണ്. ഭയങ്കര രസമുണ്ടായിരുന്നത്. പിന്നെ ഈ നമ്മുടെ ഷോറൂം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഷോറൂമിൻ്റെ അകത്ത് ഈ പുറത്തിറങ്ങിയിട്ട് നാരങ്ങ വെച്ചിട്ട് അമ്മാച്ചൻ്റെ കയ്യിലൂടെ കയറ്റിക്കൊണ്ട് പോയ ആ ഒരു എലമെന്റ് അത് ഇതിനകത്ത് കൊണ്ടുവന്നത് ഭയങ്കര സക്സസ്ഫുള്ളാണ്. അതാണ് ഇതിൻ്റെ കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സ്കിറ്റിന് വേണ്ടത്, ആ സ്കിറ്റിന് വേണ്ട തമാശകളെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കണം, പൊളിക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ തുടങ്ങിയിരിക്കുന്ന സെഗ്മെന്റ് ഉണ്ടല്ലോ, നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറേ ടീമുകൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പ് വരെ വന്ന ടീമുകൾ വന്നവരെല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പുതിയ ടീം വരുമ്പോൾ നമുക്ക് ആകാംക്ഷയാണ്, പുതിയ ടീമിനും ടെൻഷനാണ്. കാര്യം ആ വന്നവരെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടാണ് പോയത്. ഇനി വരുന്നവർ, ഈ കയറുന്നവരെന്തായിരിക്കും ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുമ്പോൾ കയറിയവർ അതിലപ്പുറമുള്ള ടീമുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വേദി കയറി അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. ഇതുപോലൊരു ഇത്രയും വലിയൊരു ഫ്ലോർ കയറി കളിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. അത് തന്നെ വലിയ കാര്യമാണ്. അല്ല, നിങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നല്ലോ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നൊന്ന് ചെയ്യണമെന്നുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം സഫലമായി ഇപ്പം. അല്ല, ഈ അഭിലാഷിന് താടി മുടിയൊന്നും ഇല്ലല്ലോ ശരിക്കും? വെപ്പല്ലേ? അല്ല, ഇത് കണ്ണാടിയിൽ കണ്ടപ്പോൾ എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്യണല്ലേ ഇങ്ങനെ മേക്കപ്പ് കിട്ടും അല്ലേ? കണ്ണാടിയിൽ നമ്മുടെ മുഖം കണ്ടപ്പോൾ എന്തായിരുന്നു? നമ്മളന്നേരം ഈ സ്കിറ്റ് എങ്ങനെ നല്ലതാക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതെ അതെ അതെ. വലുതായിട്ട്
അല്ല നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വലിച്ചില് പോലെ ശരി. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മാറി. അത് സ്ഥിരമായിക്കോളൂ കേട്ടോ. പിന്നെ അങ്ങ് മാറി. പല പല വേഷങ്ങൾ കെട്ടാനുള്ള അതെ 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 അതെ. അല്ല ജീവ വലിച്ചില് തോന്നിയത് ആദ്യം. പിന്നെ ഇങ്ങനെയൊക്കെ റെഡിയായി. അല്ല, ഇനി മുമ്പോട്ടുള്ള യാത്രയല്ലേ, ഒരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ ഗ്രൂമേഴ്സ് പറഞ്ഞു തരും. നിങ്ങൾ ചെയ്യേണ്ട നല്ല ഒന്നാമത്തെ ത്രെഡുകൾ തിരഞ്ഞെടുക്കുക, നല്ല സ്കിറ്റിൻ്റെ ത്രെഡ് തിരഞ്ഞെടുക്കുക. അതുമായിട്ട് ഇങ്ങോട്ട് വരിക. ബാക്കിയുള്ള എല്ലാ ഹെൽപ്പുകളും ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. നമ്മുടെ ഗ്രൂമേഴ്സ് ഉണ്ട് അതിനിവിടെ. അപ്പോൾ അവരുടെ ഒരു പിന്തുണയും നിങ്ങളുടെ ആക്ടിങ് പവറും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ മെച്ചപ്പെടുന്നത്. അതിന് നിങ്ങൾ ഇതിന് വേണ്ടി ഇനി പ്രയത്നിക്കുക. ഇനിയും വരികയല്ലേ? ഇനിയും വരണം. ഇനിയും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വരാൻ താല്പര്യമുണ്ട്, അവരെയും കൊണ്ടുവരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ 3 പേരും ഫസ്റ്റ് ടൈം എന്നുള്ള നിലയ്ക്ക് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യത്തെ എമൗണ്ട്, ആദ്യത്തെ മാർക്ക് കൊടുക്കാം. പ്രചോദേട്ടാ എത്ര? ഞാൻ ഒരു 8000 രൂപ. 8000 രൂപ. നസീർക്ക? ഞാനൊരു 7000 രൂപ കൊടുക്കാം. അപ്പൊ 15000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ബിജുട്ടോണ അയച്ചോ? കാരണം 14 ജില്ലയിൽ പോകേണ്ടതാ. നല്ല പെട്രോൾ അടിക്കേണ്ടി വരും. ഒരു നല്ല കാര്യം ചെയ്തോ, കാറുമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതെ അതെ, ഒരു നല്ല കാര്യം. അങ്ങനെ അയച്ചോ. പിടിച്ചോ പിടിച്ചോ, ബാക്കി പിടിച്ചോ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് എവിടെ? നല്ല നല്ല എമൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു ഉഷാറിൽ നല്ല നല്ല ഇവർ പറഞ്ഞ പോലെ നല്ല നല്ല കണ്ടന്റ് തപ്പിയെടുത്തോണ്ട് വരിക. ഉഗ്ര സ്കിറ്റുകൾ കൗണ്ടറിലായിട്ട് വന്ന് ഞങ്ങളെ ചിരിപ്പിക്കുക, ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചോണ്ട് പോവാ. ഓക്കെ ഓക്കെ. സാമി ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഒരു സ്നേഹം നമ്മൾ ജഗതിച്ചേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ അദ്ദേഹത്തിന് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം, നമ്മുടെ സ്നേഹം നമ്മൾ അറിയിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ജഗതിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരുണ്ട് മലയാള ടെലിവിഷനിൽ. ജഗതിച്ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു ഷോ. എത്ര എപ്പിസോഡുകൾ, എത്ര കാര്യങ്ങൾ, എത്ര വേഷങ്ങൾ. അതിലൂടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഉഗ്ര മിമിക്രി കലാകാരൻ, നിങ്ങളുടെയൊക്കെ സുഹൃത്ത്, ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം പ്രശാന്ത് കാഞ്ഞിരമറ്റം. നമസ്കാരം. ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഹായ്, നമസ്കാരം. നമസ്കാരം. ഐറ്റം വേറയിലേക്ക് ആദ്യമായിട്ട് വരുവാണല്ലേ? ഐറ്റം വേറയിൽ ആദ്യമായിട്ട് വരിക. വരുന്നത് തന്നെ ഒരു സ്പെഷ്യൽ ഡേയിൽ, ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ. അതും എനിക്കറിയാം പ്രശാന്ത് ഏട്ടന് ഇദ്ദേഹത്തുമായിട്ടുള്ള പേര് എന്ന് പറയുമ്പോൾ എത്ര എപ്പിസോഡുകൾ അല്ലേ, എത്ര ദിവസങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വരും? ഒരുപാടുണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാം ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയത്. അതും അമ്പിളിച്ചേട്ടനെ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള, നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത അതുല്യനായൊരു പ്രതിഭ, അദ്ദേഹത്തെ കൊണ്ട് ഇന്ന് ഈ വേദിയിൽ വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നൊരു സിനിമാ നടൻ ജഗതി ശ്രീകുമാറാണ്. അത് യാദൃശ്ചികമായിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അച്ഛൻ കാതികനാണല്ലോ, ചേർത്തല ശശികുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരുടെ ട്രൂപ്പ് കൽക്കട്ടയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി, അവരെ യാത്ര അയക്കാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വന്നതാണ്. ഞാൻ ചെറുതാണ്. അപ്പോൾ അച്ഛനാണ് എന്നെ വിളിച്ച് കാണിക്കുന്നത്. ആ വരുന്നു ജഗതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് നോക്കിയപ്പോൾ വളരെ ചുമന്ന തൊടുത്ത് നല്ല ഓറഞ്ച് കവളൊക്കെ ഉള്ള ഒരാൾ, പച്ച ഷർട്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു നല്ല ഗ്രീൻ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്നത്. എൻ്റെ തൊട്ടടുത്തുകൂടി മുമ്പിൽ കൂടി ഇങ്ങനെ പോയത്. പക്ഷെ അന്നേരം പോലും ഞാൻ മനസ്സിൽ കരുതിയില്ല ഈ മനുഷ്യനെ കൊണ്ടാണ് ഈ ജീവിക്കാൻ പോകുന്നത്. അദ്ദേഹം ഈ അഭിനയ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഭയങ്കര ക്വാളിറ്റി പുലർത്തുന്ന ഒരാളാണ്. ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അക്ഷരസ്ഫുടതയോടെ, അക്ഷരശുദ്ധിയോടെ സംസാരിക്കുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. അദ്ദേഹം ഹാസ്യമാണ് അവതരിപ്പിക്കുമെങ്കിൽ പോലും വളരെ സംശുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ജഗതി ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുന്നത് ഏത് ക്യാരക്ടർ ചെയ്താലും. അപ്പോൾ അതൊക്കെ പുലർത്തുകയും, അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഞാൻ ട്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് കൊച്ചിൻ പോപ്പിൻസിൻ്റെ ആദ്യത്തെ ഒരു ഇൻറ്റിമേഷൻ കാർഡ് ഇങ്ങനെ നമ്മൾ ഏജൻസികൾക്കൊക്കെ അയക്കുമല്ലോ, ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ സെലക്റ്റഡ് ആയിട്ടൊരു 50ഓളം VIPs അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ച കൂട്ടത്തിൽ അമ്പിളിച്ചേട്ടനും അയച്ചു. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു രാത്രി 11 മണിക്ക് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ എൻ്റെ മൊബൈലിൽ സേവ്ഡ് ആണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജഗതി ശ്രീകുമാർ കോളിംഗ് എന്ന് പറഞ്ഞു വരുന്നു. ഫോൺ എടുക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനിയ ഞാനാണ്, ജഗതി ശ്രീകുമാറാണ്, അനിയൻ്റെ ഒരു ഇൻറ്റിമേഷൻ കാർഡ് ഇവിടെ കിട്ടി. അപ്പോൾ എന്നാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സെപ്റ്റംബറിലാണെങ്കിൽ സന്തോഷം, ഞാൻ എറണാകുളത്തുണ്ട്, വന്ന് ഒരു നിലവിളക്ക് കത്തിച്ചു തരാം. പക്ഷേ
അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കന്നാസും കടലാസും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുമായിട്ട് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിൽ വരുമ്പോഴാണ് കുറേ കത്തുകളുടെ കൂട്ടത്തിൽ എൻ്റെ കത്ത് കണ്ടിട്ട് ആ ഓൺ ദി സ്പോട്ടിൽ അപ്പോൾ ഒരു 11 മണി സമയത്താണ് രാത്രി എന്നെ വിളിച്ചത്. അപ്പോഴും ആ ഒരു ഇതുവരെയും ഞാൻ അയച്ച VIP ആകെ തിരിച്ചു വിളിച്ചത് അമ്പിളിച്ചേട്ടനാണ്. അത് ഇങ്ങനെ ഒരു ഓഫറും കൂടി തന്നു. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതെനിക്ക് കിട്ടിയൊരു വലിയ സുവർണാവസ്ഥയാണ്. എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ ഡേയിൽ കരുതി വെച്ചിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്? അമ്പിളിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരുപാട് എപ്പിസോഡ്സിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ സ്റ്റേജിലൊക്കെ അമ്പിളിച്ചേട്ടനെ അവതരിപ്പിക്കുമ്പോൾ പോലെയല്ല, സിനിമയിലുള്ള ടോണിന് ഒരുപാട് വ്യത്യാസമുണ്ട്. സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി എക്സാജുറേഷൻ ചെയ്യണമല്ലോ. ഉദാഹരണത്തിന്, ഹോമനെ ഓർമ്മയുടെ കുടാരങ്ങളിൽ തകിട മകിട മമ്മാനമാടി പഞ്ചപാണ്ഡവരുടെ നെഞ്ചകത്തെ തഞ്ചിലേറ്റിയ പഞ്ചരക്തത്തിലെ ത്വാഴി നിന്റെ മൃദുല മനോഹരമേനിയിൽ എനിക്ക് കൂടെ തരുമോ കരളേ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്നതെങ്കിൽ സിനിമയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. മിഥുനം എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ ഇന്നസെൻ്റ് ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കും. ആ കൂട്ടത്തിൽ അമ്പിളിച്ചേട്ടൻ ഒരു കോൺസ്റ്റബിളാണ്. അവിടെ വെച്ച് അമ്പിളിച്ചേട്ടൻ്റെ പ്രതികാരം കൂടി തീർക്കും. അതിനുശേഷം പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മുരുക്കും വീട്ടിലെ തിണ്ണൽ എല്ലാവരും നിരന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സൈക്കിൾ ഉന്തിക്കൊണ്ട് വരുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താ ഇവിടെ ഉന്നതല സമ്മേളനം, എല്ലാ പാർട്ടിക്കാരും എത്തിയോ? കുറുപ്പ് സാറിനെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കേണ്ടി വന്നില്ല. കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ച് അവർ കയറി ഒന്ന് മേഞ്ഞ് അതിനിടെ കൂടി ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ. എഞ്ചിനീയറെ വീട്ടിൽ വിളിച്ചു വരുത്തി വാടക കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചിട്ട് ഡേ നിന്റെ പേരിലുണ്ട് കേസ്, ഞാൻ നീ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ വെറുതെ വിടാം. പക്ഷെ അല്ലാവൻ 6 മാസമെങ്കിലും അകത്ത് കിടക്കും. അത് കണ്ടേച്ച് വേണം എനിക്ക് ഈ മുരുക്കും വീട്ടിലെ തിണ്ണയിൽ ഞെളിഞ്ഞിരുന്നൊന്ന് ചിരിക്കാൻ. അപ്പൊ അതൊക്കെയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു സ്പോട്ട് ഡബ് ജയറാമേട്ടൻ്റെയും ജഗദീശേട്ടൻ്റെയൊക്കെ മനോഹരമായൊരു ചിത്രമുണ്ട്, കുസൃതിക്കാറ്റ്. അപ്പൊ അതിലൊരു കോളേജ് ഇനാഗുറേഷൻ അദ്ദേഹം വരുന്നൊരു സീനുണ്ട്. അപ്പൊ ആ സീനിന് ഒന്ന് ഡബ് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ ആവാം. കൂവലിന് ശക്തി പോരാ, ഇതാണ് കൂവൽ, ഇങ്ങനെ കൂവാവൂ, കാരണം ഇപ്പോഴേ കൂവാ പറ്റൂ അല്ലേ? പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാകാം കുതിരയാകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തു ആകാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കൂവിയാൽ മാത്രം പോരാ, ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. കാരണം ജീവിതത്തിലാകെ മിച്ചം ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഓർമ്മകളെ. അടിപൊളി, നല്ലൊരു കൈഡി. എത്ര വർഷമായിട്ടല്ലേ പ്രശാന്തേ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടി പുതിയ വോയിസിലേക്ക് പോവാം. നമ്മുടെ പച്ചാളം ഭാസി നവരസങ്ങള്. രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞ ഉടൻ പത്മാസനമാണ്, അത് കഴിഞ്ഞ് കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും പതഞ്ജലി, ഭരതമുനി പൊയ്ക്കോളൂ. നമ്മുടെ രാമ ശ്രീരാമ അതൊന്നും അതിന്റെ ഒരു ഇതുണ്ടല്ലോ, അതൊന്നും. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സൗന്ദര്യം പഴിഞ്ഞൊഴുകുന്ന എന്റെ അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക്
നോട്ടുമാല, ജണ്ട്, ഹാരം, നാരങ്ങ, ബക്ക എന്നിവയെല്ലാം നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ട് എങ്ങോ പാടിക്കേട്ട ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് എന്തെങ്കിലും ഒരു സാദൃശ്യം തോന്നിയാൽ കേവലം യാദൃച്ഛികം മാത്രം. ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, തളിരുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, തളിരുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാറ്റത്ത് ചക്കര മാമ്പഴം വീഴുമ്പം ഇഷ്ടം പോലെ പെറുക്കിയ തിന്നാലോ. വേദിയിൽ ചെയ്യാത്ത വളരെ സീരിയസ് ഇമോഷൻസ് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു 5 സിനിമയല്ല 4 സിനിമയും ഒരു ആഡ് ഫിലിമും അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേദിയിലൊക്കെ കൂടുതലും വേരിയേഷൻസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുമല്ലോ. പിന്നെ നമ്മുടെ മീശ മാധവനിലൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, പിള്ളേച്ചന്റെ ഇമോഷൻസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എന്നാലും കുറച്ച് വേരിയേഷൻസ് മതി. ഇമോഷൻസ് അല്ല ഞാൻ പറഞ്ഞ വേരിയേഷൻസ്. ഞാനൊരു സത്യം പറയട്ടെ, താൻ ഈ കിടന്ന കിടപ്പിൽ തന്നെ ചാകുന്നതായരെ തന്നെ മേപ്പോട്ട് കെട്ടിയെടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മെനക്കേടാകും. 25 സെന്റ് വയല്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 6 മാസത്തെ അവധി കൂടി തരും. ഒരു 4 കൊല്ലത്തെ കുടിശ്ശികയെങ്കിലും തീർത്തടച്ചില്ലെങ്കിൽ പിന്നെ ഭഗീരഥൻ പിള്ള കണ്ണീച്ചോരയില്ലാത്തവനാണ്, ദുഷ്ടനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കിടപ്പ് റോട്ടിലാകും, അവിടെ കിടന്നാവുന്ന ചാകുക. അടിപൊളി അടിപൊളി. താങ്ക് യു. അല്ല, ഇപ്പം നല്ല തിരക്ക് സമയമല്ലേ ഇപ്പം? സ്റ്റേജ് പ്രോഗ്രാം പഴയതുപോലുള്ള സ്റ്റേജ് പരിപാടികളൊക്കെ കുറവാണ്, എങ്കിൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം പ്രശാന്തിനാന്ന് തോന്നുന്നു. അല്ല അറിയോ ജീവ, പ്രശാന്ത് എല്ലായിടത്തും ഇപ്പൊ UK കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം പിന്നെ ദുബായ്, അബുദാബി ഇങ്ങനെ കറങ്ങി കിടക്കുന്ന ഒരാള്. കാര്യം ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. നാട്ടില് പ്രോഗ്രാം ഇല്ലെന്നായിരിക്കും പറഞ്ഞത്. പുള്ളിക്ക് പ്രോഗ്രാം കുറവാണെന്നാണ് പറയുന്നത്. അവന്റെ വീട്ടിലും നാട്ടിലും എറണാകുളത്തൊന്നും പ്രോഗ്രാമല്ല, അവൻ പോണത് കൺട്രീസിലാ. അമ്പിളിച്ചേട്ടൻ്റെ ഒരു ബർത്ത്ഡേ ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റാലിയൻ വന്നിട്ട് ഒരു 4 ഫിഗർ ചെയ്ത് ഇപ്പം തന്നെ എന്തോ കുറേ നേരത്തോളം നമ്മുടെ പ്രശാന്ത് സംസാരിച്ചു അമ്പിളിച്ചേട്ടനെ കുറിച്ച്. ഇതുവരെ നമുക്കൊരു മടുപ്പില്ല. അത് ഈ ഒരു കലാകാരനായതുകൊണ്ട് മാത്രമെന്നാണ് എനിക്ക് തോന്നണത്, അല്ലേ? എനിക്ക് തോന്നുന്നത് കടലി, ആന, അമ്പിളിച്ചേട്ടൻ, അല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ ഇപ്പം അമ്പിളിച്ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2013 മുതൽ ഏകദേശം ഇങ്ങോട്ടൊരു എത്ര വർഷമായി, ഒരു 10-12 വർഷമായി. സാധാരണ ഒരു 12 ദിവസം ഒരു നടൻ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ നടനെ മറക്കും. ഇത് 12 കൊല്ലം കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഇനിയും എനിക്ക് തോന്നുന്നു ഇനി മനുഷ്യന് ആയുസുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിസ്മരിക്കാതെ എപ്പോഴും ഓർമ്മിക്കൂ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പ്രശാന്തിന്റെ പ്രോഗ്രാം കണ്ടുണ്ടായി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. അത് അനുമോദിക്കുകയും ചെയ്യും, അല്ലേ? അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡല്ലേ. പിന്നെ ഞാൻ ഒരിക്കൽ സെനറ്റ് ഹാളിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സംഘാടകർ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പ്രശാന്തിനെ കാണാൻ 2 പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ചെന്നപ്പോൾ ഒരു എൻ്റെ സമപ്രായക്കാരായ ഒരു സ്ത്രീയും പുരുഷനും വന്ന് സംസാരിച്ചു. ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, ജഗതിമയം എസ്പെഷ്യലി കാണും, ഞങ്ങൾ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുമെന്ന് പറഞ്ഞിട്ട് അവരോട് പറയും ഞങ്ങൾ ജഗതി ശ്രീകുമാറിന്റെ മക്കളാണ്, രാജ്കുമാറും ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര അതിശയം. അതിനുശേഷം പിന്നെ ജഗതി ചേട്ടൻ നമ്മുടെ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നു. ഒരുപാട് തവണ ആ ചാനലിൽ നമ്മൾ ജഗതി ചേട്ടനോടൊപ്പം തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു അഭേദ്യമായൊരു ബന്ധം അന്നും എന്നും. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അമ്പിളിച്ചേട്ടനെ ആ വീൽ ചെയറിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഒമാനിൽ കൊണ്ടുപോയി വലിയ ഷോ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കാനും കൂടി ഒരു ഭാഗ്യമുണ്ടായി ഈ ഒരു പ്രോഗ്രാമിലൂടെ. അല്ല, ഈ ദിവസം തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലൂടെ പ്രശാന്തിലൂടെ ജഗതി ചേട്ടന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇന്ന് പ്രശാന്തും നമ്മുടെ സ്റ്റാൻലിയും കൂടെ നൽകിയത്. തീർച്ചയായിട്ടും താങ്ക് യു. കറക്റ്റ് ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഷോയിലേക്ക് വന്നത്. നേരത്തെ പറയില്ല 12 വർഷം ഒരു കലാകാരൻ മാറി നിൽക്കാന്ന് പറയുമ്പം ഇപ്പോഴും നമുക്കത് തോന്നിയിട്ടില്ല 12 വർഷം മാറി നിൽക്കുന്നുള്ളത്. ഇപ്പോഴും ഓരോ മലയാളിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം സിനിമയോട് ശക്തമായിട്ട് തിരിച്ചു വരുമെന്നുള്ളത്. അത്രയും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ചേർന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ വൈകിട്ടാണെങ്കിലും ഞങ്ങളുടെ ഷോയിലേക്ക് ഇങ്ങനെ വന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ
നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പി ബർത്ത്ഡേ! താങ്ക് യു പ്രശാന്ത. അപ്പൊ ഇനി ഒരുപാട് ഗ്യാപ്പ് ഇടാതെ ഇടയ്ക്ക് ഈ വഴിയൊക്കെ ഒന്ന് വരണം. ഗ്യാപ്പിടാതെ വരാൻ ഞാൻ റെഡിയാ. ഗ്യാപ്പിടാതെ എന്നെ വിളിക്കണം. ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടി ഈ കലാകാരന്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ചിരിച്ചു ആവശ്യത്തിന്. ഇനി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉഷാറായിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മുടെ മുതുകുളത്ത് വന്ന എല്ലാ ചേച്ചിമാർക്കും ഒരു നല്ല കൈയടി. അവര് മുതുകുളം ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ്. നിങ്ങൾ നല്ല ഉഷാറായിട്ടിരുന്നു കേട്ടോ. ഇതേപോലെ പവറിൽ അടുത്ത എപ്പിസോഡ് ഇരിക്കണം. എന്നാ പിന്നെ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.